സംകൃത പമഗരി തങ്കത്തുങ്ക തത്തിങ്കിന ധിംകൃത ധിമിക്കിടമേളം തകതം ധരി സരിഗമ കിടതക്ക ധിന്തിങ്കി ഹിന്ദിമി താളം കൃത താളം. കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ അതിപ്രധാനമായിട്ടുള്ള അഴകുള്ള മറ്റൊരു നാഴികക്കല്ല് കൂടി നമ്മൾ കടക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി കിഫ്, അതായത് കേരള ഇൻ്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവൽ, കേരള അന്താരാഷ്ട്ര നാടോടി ഉത്സവം നമ്മൾ നടത്തുകയാണ്. കേരളത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും എല്ലാം ഏറ്റവും അധികം ജനകീയമാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത് നമ്മുടെ നാടോടി കലകൾക്കാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള, അതായത് 14 ജില്ലകളിൽ നിന്നുമുള്ള കലാകാരർ ഇവിടെ എത്തുന്നുണ്ട്. അതിലുപരിയായിട്ട് ഒരു സാംസ്കാരിക വിനിമയം എന്നുള്ളൊരു ആശയം കൂടി ഇതിൽ നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. കാരണം നാടോടി കഥകൾ എന്നത് പലപ്പോഴും നമ്മുടെ ഭൗതികമായിട്ടുള്ള ഈ അതിരുകൾ കടന്നു പോകുന്ന സമാനതകളുള്ളവയാണ് നാടോടി കലകളും നാടോടി കഥകളും. അതുകൊണ്ട് തന്നെ നമുക്ക് 15 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 6 രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരർ അവരുടെ നാടോടി കലാരൂപങ്ങൾ, അതായത് ഫോക്ക് ആർട്സ് പ്രദർശിപ്പിക്കാനായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അതിൽ പെർഫോമിംഗ് ആർട്സ് ഉണ്ട്, അതായത് നമ്മൾ വേദിയിൽ വെച്ച് പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ കളിക്കുന്ന കലാരൂപങ്ങളുണ്ട്. അതല്ലാതെ കരകൗശല വിദ്യകളുണ്ട്. പലപ്പോഴും നാടോടി കലകൾ ഒരു വ്യക്തിയായിട്ട് അവതരിപ്പിക്കുന്നതല്ലായിരിക്കും. അപ്പോൾ ഒരു സംഘം ചേർന്ന് അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ അതിനനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങളും വേദികളും അതുപോലെ തന്നെ മാധ്യമ കലാവിരുന്നുകളും എല്ലാം ചേർത്തുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അതിഗംഭീരമായിട്ടുള്ള കിഫ്, അതായത് കേരള ഇൻ്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ നമുക്ക് ഇപ്പോൾ ഫെബ്രുവരി 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് തിരുവനന്തപുരത്ത് വെച്ച് കിഫ് അരങ്ങേറുന്നത്. അതിൻ്റെ നമ്മുടെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടന വേദിയിലാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ഫോക്ലോർ അക്കാഡമിയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന ഒരു സാംസ്കാരിക സംഘടന കൂടിയാണ്, സ്ഥാപനം കൂടിയാണ്. സംഘടന എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിൻ്റെ കീഴിൽ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സുപ്രധാനമായ സ്ഥാപനം കൂടിയാണ് കേരള ഫോക്ലോർ അക്കാഡമി. അപ്പോൾ അക്കാഡമിയുടെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ ഇവിടെയുണ്ട്. ഒപ്പം സാംസ്കാരിക വകുപ്പിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നാടോടി കലാകാരർക്കുള്ള ഒരു വലിയ അംഗീകാരമാണ് കിഫിലൂടെ നമ്മൾ നൽകുന്നത് എന്നുള്ളത് മാത്രമല്ല, പുതിയ തലമുറയ്ക്ക് നാടോടി കലാരൂപങ്ങളുടെ ആനന്ദം എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, സാമൂഹികമായിട്ടുള്ള പരിവർത്തനത്തിന് എന്നും ഇത്തരം ജനകീയമായിട്ടുള്ള കലാരൂപങ്ങൾ ഒരു മാധ്യമമായി നിന്നിട്ടുണ്ട്, ഒരു മാർഗമായി വിളങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കിഫ്. അപ്പോൾ ആസ്വദിക്കുക. ഒപ്പം നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ മൈത്രിയുടെ ഒരു വലിയ സന്ദേശം തീർച്ചയായിട്ടും എല്ലാവരിലേക്കും എത്തിക്കുവാനും കൂടി നമ്മൾ കിഫ് നല്ലൊരു വേദിയായി വിനിയോഗിക്കുന്നതായിരിക്കും. ഇപ്പോൾ ചില കലാരൂപങ്ങൾ ചില പ്രദേശത്തെ ആസ്പദമാക്കിയായിരിക്കും, ചിലത് ചില മതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും, ചിലത് ചില സമുദായങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അങ്ങനെ പലതരങ്ങളിലുള്ള കലാരൂപങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്ത് ഒരു പക്ഷേ ഇവിടെ അധികം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കലാരൂപം ആദ്യമായിട്ട് ഞാൻ യുവജനോത്സവത്തിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിച്ച് അവതരിപ്പിക്കുന്നത് മാപ്പിളപ്പാട്ടും ഒപ്പനയൊക്കെയായിരുന്നു. അതുപോലെ മാർഗംകളി അവതരിപ്പിക്കുക എന്നൊക്കെയല്ലേ. അപ്പോൾ അതിലെ പാട്ടുകളൊക്കെ ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ള, കാരണം അതിന് മുമ്പ് പഠിച്ചിട്ടുള്ള കർണാടക സംഗീതമായിരുന്നു കുട്ടിക്കാലത്ത് ഫോർമലായിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ആദ്യമായിട്ട് പാടിയ മാപ്പിളപ്പാട്ട് എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. സംകൃത പമഗരി തങ്കത്തുങ്ക തത്തിങ്കിന ധിംകൃത ധിമിക്കിടമേളം തകതം ധരി സരിഗമ കിടതക്ക ധിന്തിങ്കി ഹിന്ദിമി താളം കൃത താളം. മാർഗംകളിയുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നേരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഈണവും താളമൊക്കെ ആയിരിക്കും മാർഗംകളിക്കുള്ളത്. ആദ്യം നല്ല മൃദുവായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ പതിയെ 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 ഇങ്ങനെ കൊട്ടിക്കയറുന്ന ഒരു രസമാണ്.
അതുപോലെ തന്നെ അടുത്തത് തിരുവാതിരക്കളിയുടെ പാട്ട് അല്ലെങ്കിൽ കൈകൊട്ടിക്കളിയുടെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ വേറൊരു ഒരു ഭൂപടമാണ് അതിൻ്റെ എന്ന് പറയുന്നത്. ചെറിയൊരു കഥകളി പദമാണ്, പക്ഷെ കൈകൊട്ടി കളിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. യാമി യാമി ഭൈമി കാമിതം ശീഘ്രം സാധയേ ക്ഷമിഷാമി സാധികം മയാ നാമിഹ സേവിച്ചു നിൽപ്പു ഭീമരാജൻ ചൊല്ലു കേൾപ്പു നീമത്തെ മൂഖേപ്പു നാമിലകാദേപ്പു യാമി യാമി ഭൈമി കാമിതം. അപ്പം ഇങ്ങനെ മൂന്നും ശരിക്കും അതിൻ്റെ എല്ലാം ഒരു അന്തർധാര ഇങ്ങനെ നമ്മൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാം സമാനമായിട്ടുള്ള ഉത്സവത്തിൻ്റെയും ഒരുമയുടെയും ആഘോഷത്തിൻ്റെയും ഒപ്പം ആത്മീയതയുടെയും ഒക്കെ ഒരു വികാരമാണ് നൽകുന്നത് ഇത് മൂന്നും. പക്ഷെ മൂന്നിലും ഉപയോഗിക്കുന്ന വാക്കുകൾ വേറെയാണ്, മൂന്നിൻ്റെ ഈണം വേറെയാണ്, മൂന്നിൻ്റെ താളം വേറെയാണ്, മൂന്നും നമ്മൾ അവതരിപ്പിക്കുന്ന രീതികൾ വേറെയാണ്. പക്ഷെ എല്ലാം അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന പോലെ എല്ലാം സമാനമായിട്ടുള്ള ഒരു ദിശയെ നോക്കി സഞ്ചരിക്കുന്ന പാട്ടുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മൂന്നെണ്ണം പാടിയത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ശരിക്കും നമ്മുടെ എല്ലാ നാടൻ കലാരൂപങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാം മനുഷ്യർ സമൂഹത്തിൽ എങ്ങനെയാണ് ഒത്തൊരുമയോടുകൂടി ആനന്ദത്തോടുകൂടി നമ്മുടെ വെല്ലുവിളികളെ എല്ലാം താണ്ടി മുന്നോട്ട് ജീവിതം നയിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ശരിക്കും. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ ഈ കലാരൂപങ്ങൾ അതിൻ്റെ അകത്ത് സമന്വയിപ്പിക്കാത്ത ഒരാഘോഷം മലയാളിക്കില്ല, ഏത് ആഘോഷം എടുത്ത് നോക്കിയാലും. അപ്പോൾ അതിൻ്റെ ഒരു എടുത്തുകാട്ട് കൂടിയാണ് കേരള ഇൻ്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവൽ എന്ന് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ അത്തരത്തിൽ ഓരോ ദിവസവും നമുക്ക് കലയെ ആഘോഷിക്കാനും ആ കലയിലൂടെ നമ്മിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു മൈത്രിയെ ആഘോഷിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.